Good morning, all. ഗുഡ് മോർണിംഗ്. Start ഗുഡ് ചെയ്യാം sir. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Start ചെയ്തോളൂ. അതെ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷബീർ ഷംസുദ്ദീൻ. എൻ്റെ സ്ഥലം വരുന്നത് ഓഡിബിൾ ആണോ? Audible ആണ്. കേൾക്കുന്നു. കേൾക്കാം. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നു. വിംബിളിലെ 20ാമത്തെ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പം ഈ മോർണിംഗ് സർക്കിളിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇന്നത്തെ വിഷയം ടെയിൽസ് വാട്ട് മൂവ് യു ഫോർവേഡ്, മുന്നോട്ട് നയിക്കുന്ന കഥകളാണ്. കഥകൾ പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞിട്ട് ഒരു കഥ പറയാം എന്ന നിലയ്ക്കാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, നമ്മൾ എഴുന്നേൽക്കാൻ കഴിയുക എന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതില് ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം 24 മണിക്കൂറാണ് കിട്ടുന്നത്. കുറെ അധികം ആൾക്കാർക്ക് 27 മണിക്കൂർ കിട്ടുന്ന കുറെ ആൾക്കാർ. അപ്പൊ നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇപ്പൊ ഒരു 8 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാര് ഇനി മുതൽ 5 മണിക്ക് എഴുന്നേൽക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഒരു 3 മണിക്കൂർ എക്സ്ട്രാ ആണ്, അല്ലെ? ഒരു 6, 7, 8. അപ്പൊ അങ്ങനെയാണ് ഒരു 27 അവേഴ്സ്. അങ്ങനെ ആ 27 അവേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ ലൈഫിൽ എന്താ പറയാ, ഒരു 5 മണിക്ക് എഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറും. അപൂർവങ്ങളിൽ ആളുകളിൽ രാവിലെ എഴുന്നേൽക്കാൻ ഭാഗ്യവാന്മാരാണ്. അപ്പൊ കുറച്ച് ആളുകൾക്കാണ് ഈ ഭാഗ്യമുള്ളത്. ഈ അതില് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചതിൽ. അപ്പൊ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ബോധപൂർവമാണ് എഴുന്നേൽക്കുന്നത്, അല്ലെ? ചില ആൾക്കാർ എത്ര ശ്രമിച്ചാലും അതിന് പറ്റുകയില്ല. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ നമുക്ക് ഉണ്ട്. ഇതിലെ എല്ലാവരും ഒന്ന് ശ്വാസം ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. ക്യാമറ ഒന്ന് ഓണാക്കാൻ പറ്റും എല്ലാവർക്കും. പറ്റുന്നവർക്കൊന്ന് ക്യാമറ ഓണാക്കാൻ പറ്റുകയാണെങ്കിൽ സൗകര്യമാണ്. അപ്പൊ നമുക്ക് എത്ര സെക്കൻഡ് നമുക്ക് ശ്വാസം പിടിക്കാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി? 1, 2, 3. ഞാൻ വിട്ടിട്ടോ. അപ്പോ എത്ര സെക്കൻഡോളം നമുക്ക് പറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇതില് നമുക്ക് ശ്വാസം പിടിക്കുമ്പോൾ നമുക്കതില് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളിലേക്ക് തന്നെ, നമ്മുടെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണില് കണ്ണിലേക്ക് രക്തങ്ങൾ വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത്
നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കുറഞ്ഞ സമയം നമുക്ക് വേണം. അപ്പോ ഒരു ഇതിന്റെ രാവിലെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളിൽ ഞാൻ ഒരു 3-4 ടിപ്സ് പറയാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് കണ്ണടച്ച് വെറുതെ എല്ലാ ദിവസവും ഇരിക്കുക എന്നുള്ളത്. ഒന്ന് നമുക്കത് ചെയ്തു നോക്കിയാലോ? ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും നമുക്ക് കണ്ണടച്ചിട്ട് ഒന്ന് ഇരുന്നാലോ? ജസ്റ്റ് ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, ഇതില് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കുറെ ചിന്തകൾ ഇങ്ങനെ കടന്നു പോകും അല്ലെ? നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കയറി വരും. ഇതില് ഫസ്റ്റ്ലി നമ്മള് ശ്രദ്ധിക്കാത്ത പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും. ഇത് നമ്മൾ ദിവസേന ചെയ്യേണ്ടതാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് എന്ത് ചെയ്യണം? വളരെ ക്ലോസ് ചെയ്തിട്ട് വളരെ കാമായിട്ട് സൈലൻസ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് പല പല ശബ്ദങ്ങളും നമ്മൾക്കത് കേൾക്കാൻ കഴിയും. പിന്നീട് നമുക്ക് നമ്മുടെ നമ്മുടെ മെമ്മറിയിൽ പലതിൻ്റെയും പിക്ചറൈസേഷൻ വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അതിനെ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കൊരു കോമൺ ആയിട്ടിലേക്ക് മാറ്റാൻ പറ്റും. ഇത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്കൊരു 5 മിനിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, വായിൽ കൂടെ മൂക്കിൽ കൂടെ വലിച്ചിട്ട് വായിൽ കൂടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുന്നു. ഇത് ചെയ്ത് നമ്മൾ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരിക്കും അതിനെ നമുക്ക് ബ്ലാങ്ക് ചെയ്ത് നിർത്താനുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട മാറ്റർ എന്താ വെച്ചാൽ നമ്മൾ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ചിലവരത് ഈ ചെറു ചൂടുവെള്ളം കുടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നോർമൽ വാട്ടർ കുടിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്ന് നമുക്ക് വേണ്ടി തന്നെ ഒരു 2 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് വെറുതെ ഇരിക്കുക എല്ലാ ദിവസവും. അതേപോലെ രണ്ടാമത് ചെയ്യേണ്ടതാണ് എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ നമ്മള് 24 മണിക്കൂർ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഒരു മരുഭൂമിയിലൂടെ നമ്മൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കുകയാണെങ്കിൽ ആ മരുഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമാണുള്ളത്. അപ്പൊ ഈ ബോട്ടിൽ വെള്ളം നമുക്ക് അക്കരെ കടക്കാൻ വേണ്ടി നമുക്കത് കഴിയണ വരെ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്? നമ്മൾ അതിലെ ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ആ വിലപ്പെട്ട വെള്ളം ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ആ മരുഭൂമിയിൽ കിട്ടിയ വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ നമുക്ക് സമയത്തിന് ഭയങ്കര വിലയുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും. നമ്മൾ രാവിലെ എണീച്ച് നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടു ഡു ലിസ്റ്റ് നമുക്ക് ചെയ്യാം. ഇതില് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് ഇതില് ഡയറി എഴുതുന്നവരുണ്ടോ? ആരെങ്കിലും ഡയറി എഴുതുന്നവർ സ്ഥിരമായിട്ട് ഡയറി എഴുതാറില്ല, ടു ഡു ലിസ്റ്റ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ടു ഡു ലിസ്റ്റില് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ്
നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതുന്നതെങ്കിൽ ആ ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത്രയുള്ള നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ളത്. അപ്പോ നമുക്കത് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടും. കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് നമ്മളൊരു ടു ഡു ലിസ്റ്റ് എഴുതി, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. അതിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി പുതിയ കാര്യങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കംപ്ലീഷൻ ചെയ്യുന്നു. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ലൈഫ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് കൂടി നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, അതൊരു ഹാബിറ്റാക്കി മാറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്വാസം പിടിച്ച് നിൽക്കാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ പിടിച്ചു നിൽക്കുന്ന ശ്വാസം, ആ സമയമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ സമയം ഒന്ന് നീങ്ങി കിട്ടട്ടെ, തീർന്നു കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിയാം. ഇപ്പോ നമ്മള് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു ബസ് വന്നിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ലിഫ്റ്റില് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം, അതുപോലെ ലിഫ്റ്റ് കയറിയാൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് താഴെ എത്തുന്ന സമയം, പിന്നെ നമ്മൾ നൊയമ്പ് എടുക്കുമ്പോൾ, നൊയമ്പ് അവസാനിക്കാൻ നോമ്പ് മുറിക്കാൻ പോകുന്ന, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. ഇങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇത് നമുക്ക് വെറുതെ കിട്ടിയതല്ല. അപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ആരോഗ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കട്ടെ. പിന്നെ അതുപോലെ ചെയ്യേണ്ട ഒന്നാണ് നമുക്ക് എക്സസൈസ്. ഇതില് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിൽ ഞാൻ കുറച്ച് ടിപ്സുകൾ പറയാം. നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പോ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. പറയട്ടെ. കാണുന്നുണ്ടോ? എന്റെ കൈ കാണുന്നുണ്ടോ? നമ്മളെ ഒരുവിധം എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. നമ്മുടെ ഈ ഒരു 30 പ്രാവശ്യം, ഞാനിപ്പോ കുറച്ച് കാണിച്ചു തരാം. നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ പോർഷൻ, ഇത് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്ന, ഇതൊരു 30 പ്രാവശ്യം നമുക്ക് ടാപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം, ഇത് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇന്നർ ഓർഗൻസിനെ നല്ലപോലെ എഫക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, അത് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. അതായത് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഈ ഫിംഗർ ഇല്ല, നമ്മളിങ്ങനെ കാണിക്കുന്നില്ലേ, അത് നമ്മളിങ്ങനെ ഉരയ്ക്കുന്നത്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇന്നർ ഓർഗൻസിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കൈത്തണ്ട, ഇതെല്ലാം നമുക്കൊരു 30 പ്രാവശ്യം നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗം, അത് നമ്മൾ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് അതേപോലെ തന്നെ റിവേഴ്സ് നമുക്ക് ചെയ്യാം. പിന്നെ ടാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ തലയിൽ ചെറുതായിട്ട് നമുക്കിങ്ങനെ ബാക്കിലോട്ട് ടാപ്പ് ചെയ്യുന്നത്, അതുപോലെ ഫ്രണ്ടിലോട്ട്. പിന്നെ നമുക്ക് സ്വയം നമുക്ക് എന്ത് ചെയ്യാം, തല ഒന്ന് മസാജ് ചെയ്യാം. ചിലത് രാവിലെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതും നല്ലതായിരിക്കും. അതേപോലെ പിന്നെ നമ്മുടെ ഈ കൈയുടെ ഉള്ളം കൈയിൽ നമുക്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നമുക്ക് ടാപ്പ് ചെയ്യാം. ഇതില് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട, ഇപ്പൊ എല്ലാവരും രാവിലത്തെ നമ്മുടെ കർമ്മങ്ങളും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് വാക്ക് ചെയ്യുന്നത്, നമ്മൾ പ്രകൃതിയെ നമ്മളൊന്ന് ആസ്വദിക്കുന്നത്, അല്ലെ? രാവിലെ എഴുന്നേൽക്കുന്നവർക്കാണ് ഈ പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നത്, അപ്പൊ അതുപോലെ
ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ടെറസിന്റെ മേലെ നിന്ന് ഒരു 10-15 മിനിറ്റ് നിന്ന് നമ്മൾ ആ ഒരു ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യണതോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, ലൈഫിൽ ഒരു ഉണർവുണ്ടാക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു നേഴ്സ് അവര് ഈ മരണ ആസന്നമായി കിടക്കുന്നവരെ ശുശ്രൂഷിച്ച ഒരു കഥ പറയുന്നത്. അപ്പോ അവർ പറയുന്നത് അവരൊരു 90 പേരുടെ ജീവിതത്തിലേക്ക് ആ ഓരോരുത്തരുടെയും ജീവിതം അവർ പകർത്തിയപ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തൂ എന്നതാണ് അവർ പറയുന്നത്. അച്ഛനമ്മ സഹോദരങ്ങൾ എല്ലാവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ഇതില് ഒരു പോയിന്റ് പറയുന്നത് നമുക്ക് സ്കില്ല് അക്വയർ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ഇപ്പോ 4000-ഓളം സ്കില്ലുകൾ നമുക്ക് അക്വയർ ചെയ്യാം. ഇപ്പൊ സ്കിൽ എന്ന് പറഞ്ഞത് നമുക്കൊരു ടാലന്റ് അല്ല, നമുക്കത് ലേണബിൾ സ്കില്ലുകളാണ്. നമുക്കത് പഠിച്ച് നേടാൻ പറ്റുന്നതാണ്. അത് ഇപ്പൊ ഒരു പുസ്തകം എഴുതണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഏത് കാര്യമായാലും 90 ഡേയ്സ് 90 മിനിറ്റ് എന്നാണ്. അതായത് 90 ഡേയ്സ് 1.5 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പുസ്തകം എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് ഇപ്പോൾ അതിനെ പറയുന്നത്. അതേപോലെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും 3 പേരെ നമ്മൾ ഫോൺ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, 12,000 കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്നും സാധിക്കില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു 3 പേരെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവില് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാം. അത് ടു ഡു ലിസ്റ്റിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ അച്ഛനമ്മ സഹോദരങ്ങൾ ഇവരുമായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞതില് ഒരു കാര്യം പറയാം. ഒരു നല്ലൊരു പൂന്തോട്ടം. അപ്പൊ ആ പൂന്തോട്ടത്തില് വീട്ടിന്റെ മുമ്പിലുള്ള ഒരു കോർട്ട്യാർഡ് അത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ കോർട്ട്യാർഡില് ഒരു വൃദ്ധൻ ഇരിക്കുന്നു. അതിന് തൊട്ടടുത്തൊരു യുവാവ് ഇരുന്ന് പുസ്തകം വായിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഈ തൊട്ടടുത്ത പൂന്തോട്ടത്തിന്റെ അരികിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. അപ്പൊ ഈ വൃദ്ധൻ എന്ന് പറയുന്നത് അച്ഛനാണ്. യുവാവിനോട് ചോദിക്കുന്നു, യുവാവ് മകനാണ്, എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോ മകൻ പറഞ്ഞു, അത് ഒരു പക്ഷിയാണ് അച്ഛ എന്ന് പറയും. പിന്നീട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഈ അച്ഛൻ ചോദിക്കുന്നു, എന്താണ് ആ ശബ്ദം എന്ന് ചോദിക്കുന്നു. അപ്പോഴും മകൻ രണ്ടാമതായി പറയുന്നു, അത് ഒരു പക്ഷിയുടെ ശബ്ദമാണ് അച്ഛ എന്ന് പറയും. മൂന്നാമത് കുറച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചപ്പോ ഈ മകൻ അദ്ദേഹം വായിച്ചിരുന്ന പുസ്തകം മടക്കി വെച്ച്, ഞാൻ പറഞ്ഞില്ല അച്ഛാ അത് ഒരു പക്ഷിയുടെ ശബ്ദമാണ് എന്ന് ഒച്ചത്തില് കുറച്ച് എന്താ പറയാ കൺട്രോൾ വിട്ടുകൊണ്ട് സംസാരിച്ചു. ഇത് കേട്ട ആ വൃദ്ധൻ അച്ഛൻ ഒന്നും പറയാതെ വീടിന്റെ അകത്തേക്ക് പോയിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡയറിയുമായി വന്നിട്ട് അതില് കുറെ പേജുകൾ അദ്ദേഹം ഇങ്ങനെ പരതിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ പേജ് എത്തിയപ്പോൾ അത് മകന് വായിക്കാൻ കൊടുത്ത് അതില് എഴുതിയിരിക്കുന്ന എന്താ വെച്ചാല്, ഇന്ന് എൻ്റെ മകന്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഈ 4ാമത്തെ ബർത്ത്ഡേയില് ഇന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഇന്നതാണ്, എന്നെ വളരെയധികം
സന്തോഷിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഞാൻ എൻ്റെ പറമ്പിലൂടെ മകനുമായി മകന്റെ ബർത്ത്ഡേ ആണെന്ന് മകനുമായി പോകുമ്പോൾ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു. അപ്പൊ ഇത് മകൻ വായിക്കുകയാണ്, മകന് വായിക്കാൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷിയുടെ ശബ്ദം കേട്ടു. അപ്പൊ മകൻ ചോദിച്ചു, എന്താണത് അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അതൊരു പക്ഷിയുടെ ശബ്ദമാണെന്ന് പറഞ്ഞു. ഈ മകൻ അതൊരു 10-ലേറെ പ്രാവശ്യം വീണ്ടും ചോദിച്ചു. അപ്പോഴും അതേ ഇഷ്ടത്തിൽ തന്നെ അച്ഛൻ അത് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് ഈ മകൻ ഇത് വായിച്ച് ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതൊരു യഥാർത്ഥത്തിൽ അതൊരു നല്ലൊരു ഐ ഓപ്പണർ തന്നെയാണ് ആ കുട്ടിക്ക് ആ ഒരു സന്ദേശം അന്ന് കിട്ടിയത്. അപ്പോ നമുക്ക് സ്നേഹമുള്ളവരോട്, പ്രത്യേകിച്ച് പേരൻസ് മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അവരാണ് നമ്മുടെ ലോകം, അവരുടെ ജീവിതത്തിൽ നമ്മളാണ് അവരുടെ ലോകം. അപ്പൊ ഇന്ന് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഇപ്പോ സൂസൻ മാഡം ഗുഡ് മോർണിംഗ്, അതുപോലെ അബി ചെറിയാൻ ഗുഡ് മോർണിംഗ്, അക്ഷര ഗുഡ് മോർണിംഗ്, അൻസാർ അബ്ബാസ് ഗുഡ് മോർണിംഗ്, അതുപോലെ ചന്ദ്ര യുവി ഗുഡ് മോർണിംഗ്, ഡോക്ടർ കൃഷ്ണ കുമാർ ഗുഡ് മോർണിംഗ്, ഹലീദ് ഗുഡ് മോർണിംഗ്, പിന്നെ ഒരു ഐഫോൺ എന്നാണ് കാണുന്നത് ഗുഡ് മോർണിംഗ്, ജമീല പി എസ് ഗുഡ് മോർണിംഗ്, ജയലക്ഷ്മി മാഡം ഗുഡ് മോർണിംഗ്, ജിഷ മാഡം ഗുഡ് മോർണിംഗ്, ലിഫ്ന മാഡം ഗുഡ് മോർണിംഗ്, നസീന നിസാർ ഗുഡ് മോർണിംഗ്, നിഷ മാഡം ഗുഡ് മോർണിംഗ്, സവാൻ വി എസ് ഗുഡ് മോർണിംഗ്, സഫ്ന നസീർ മാഡം ഗുഡ് മോർണിംഗ്, സജന മുസ്തഫ മാഡം ഗുഡ് മോർണിംഗ്, സാം പി ജോർജ് ഗുഡ് മോർണിംഗ്, പിന്നെ ഒരു സാംസങ് ഗുഡ് മോർണിംഗ്, ഷജീല മാഡം ഗുഡ് മോർണിംഗ്, സിറാജ് സാർ ഗുഡ് മോർണിംഗ്, സൗദ ബി ഷംസു ഗുഡ് മോർണിംഗ്, ശ്രീകല ഗുഡ് മോർണിംഗ്, വിജയൻ സാർ ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതില് ഇപ്പോ ഒരു ഹസീന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരമ്മയ്ക്ക് ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി വീടിന്റെ ഉദ്യാനത്തില് അല്ലെങ്കിൽ പൂമുഖത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് തോന്നി, ഹസീനയ്ക്ക് തോന്നി ഒരു കുസൃതി. മകനോട് പറഞ്ഞു, മോനെ നീ അടുക്കളയിൽ പോയിട്ട് 2 ആപ്പിൾ എടുത്തിട്ട് വരും. അങ്ങനെ മകൻ പോയി 2 ആപ്പിൾ എടുത്തിട്ട് വന്നു. ഈ 2 ആപ്പിൾ എടുത്ത് മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ 2 ആപ്പിളിലും കടിച്ചു. അപ്പൊ അമ്മയ്ക്ക് അത് എന്തുണ്ടായെന്ന് വെച്ചാല്, സ്വാഭാവികമാണല്ലോ, കുട്ടികള് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവര് 2ലും കടിച്ചു. ചിലവര് അതില് പലതും ചെയ്യും. കുട്ടികൾ അങ്ങനെയാണ്. അപ്പൊ അമ്മ അവിടെ ഒരു ചെറിയൊരു നീരസത്തിലിരുന്നു. ഈ മകൻ എന്ത് ചെയ്തു എന്നറിയാം? മകൻ എന്ത് ചെയ്തു? അതിലൊരു ആപ്പിള് അമ്മയ്ക്കും നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അമ്മേ ഇതാണ് അമ്മേ മധുരമുള്ള. ഇത് ഒരെണ്ണം നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് അമ്മേ മധുരമുള്ളത്. അപ്പൊ അത് അമ്മയെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അപ്പൊ കുട്ടികളുടെ സ്നേഹം അങ്ങനെയാണ് അല്ലേ? ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും കുട്ടികളുടെ സ്നേഹം. പലപ്പോഴും കുട്ടികളുടെ സ്നേഹം കണ്ട് നമ്മളും അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ വസ്തുക്കൾ വേറെ ആരെങ്കിലും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ചെറിയ കുട്ടികളെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മനസ്സിൽ ഈ സ്ലേറ്റ് പോലെയാണ്. അല്ലെങ്കിൽ അവര് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവര് ഈ പാറ പോലെ അതില് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാതിരിക്കുകയും നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടി അമ്മയോടുള്ള സ്നേഹത്തിനെ കുറിച്ചാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാൻ സാധിച്ചത്. എൻ്റെ വാക്കുകള് ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. താങ്ക് യു. സജനമ്മ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ ശാന്തവും സുന്ദരവുമായ ക്ലാസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇപ്പൊ ആ ഒരു പേരന്റിന്റെ കാര്യമൊക്കെ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ആ ഒരു കുട്ടിയോട് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ക്ഷമ. പക്ഷെ അവരുടെ അവസാന കാലത്ത് പിന്നെ ആ കുട്ടിക്ക് പേരന്റിനോട് അത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാണെങ്കിലും നമ്മുടെ പാരന്റ്സിനോട് ഒക്കെ ആ ഒരു രീതി നമ്മൾ കാണിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളോടും അവരത് ഫോളോ ചെയ്ത് അവരത് കണ്ടു പഠിക്കുമെന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. എന്തായാലും ഒത്തിരി നന്ദി. രാവിലെ തന്നെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലോട്ട് എടുക്കാനായിട്ടൊക്കെ സഹായിച്ചത്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച് സർ. നല്ല ക്ലാസ് ആയിരുന്നു. കുഞ്ഞു കുഞ്ഞു കഥകളും അതുപോലെ എക്സസൈസും ബ്രീത്തിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യവും രാവിലെ നമ്മുടെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കുറച്ച് നല്ല ടിപ്സും ഒക്കെ പറഞ്ഞു തന്നു. അത് ജിഷ പറഞ്ഞ പോലെ നല്ല ശാന്തമായ ശബ്ദത്തില് നമ്മള് അതിലെ ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധയോടെ കേട്ടിരിക്കത്തക്ക പോലെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. നല്ല ബെനിഫിഷ്യൽ ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഷബീർ സർ. എല്ലാവരും ജിഷ മാമും സൂസനും പറഞ്ഞ മാതിരി വളരെ കൂളായിട്ട് ഏർലി മോർണിംഗ് പീസ്ഫുൾ ആയിട്ടുള്ള അപ്പിയറൻസ് ഉള്ള ആള് ത്രൂ നമ്മൾ ഇന്ന് ഡേ തുടങ്ങാണ്. സോ വെരി നൈസ്. ആൻഡ് നല്ല ഇൻട്രസ്റ്റിംഗ് പറഞ്ഞ മാതിരി നല്ല സ്മോൾ സ്റ്റോറീസ്. പ്ലസ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ എക്സസൈസസ് സർ. ആ എക്സസൈസസ് ഒക്കെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ അത് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. പിന്നെ വെരി ഗുഡ് സെഷൻസ് സർ, വെരി ഇൻഫോർമേറ്റീവ്. നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഈ കണ്ണടച്ച് ഒരു ഫ്യൂ മിനിറ്റ്സ് ഇരിക്കാൻ വേണ്ടി സോ മച്ച് ഓഫ് റിലാക്സേഷൻ ഉണ്ടാവും. അതേ രീതിയിൽ ബ്രീതിങ് ആയാലും ശരി, ഹോൾഡിങ് അവർ ബ്രെത്ത് ഇസ് സോ ഡിഫിക്കൾട്ട്. ബട്ട് അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണം ദറ്റ് ബീങ് അലൈവ് ഇറ്റ് സെൽഫ് ഇസ് എ ഗിഫ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഹലോ സർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സിമ്പിൾ വേർഡ്സ് ആൻഡ് ആസ് വെൽ ആസ് സിമ്പിൾ പ്രസൻറ്റേഷൻ. പക്ഷെ സർ പറഞ്ഞത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ്. താങ്ക് യു സോ മച്ച് സർ. ആ ടെയിലെല്ലാം പറയുമ്പോഴൊക്കെ മീൻസ് സാർ അത്രയും കൂളായിട്ട് ഞാനിങ്ങനെ സാറിൻ്റെ മീൻസ് ആ ഒരു പ്രസൻറ്റേഷൻ അത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ ആ ഒരു ഇൻസൈറ്റ്സ് വരുന്നത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് വലിയ വലിയ കാര്യങ്ങൾ കുറെ കഥകളായിട്ടും ഒക്കെ പറഞ്ഞു, പാരന്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. താങ്ക് യു സർ, നല്ല സെഷനായിരുന്നു.
താങ്ക് യു. താങ്ക് യു ഷബി സർ. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. എല്ലാവരും പറഞ്ഞു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവർക്കും നല്ല എന്താ പറയാ, സാറിന്റെ ആ ഒരു സംസാരം എല്ലാവർക്കും നല്ല ഫോക്കസ് കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ എനിക്ക് ഒരു ക്ലിക്കായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ സാറ് പറഞ്ഞതിൽ എനിക്ക് ഞാനിപ്പോ ഇന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരാളുടെ പേരെങ്കിലും കോൾ ചെയ്യാനുള്ളത് എഴുതി വെക്കണം. കാരണം നമ്മൾ ഓരോ തിരക്കിന്റെ ഇടയിൽ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും ഇപ്പൊ നമ്മളുടെ വീട്ടില് എന്താണ് ഉമ്മാടൊക്കെ സിസ്റ്റേഴ്സ് അവർക്കൊക്കെ വിളിക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷെ നമ്മൾ തിരക്കുകളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വിളിക്കാണ്ടൊക്കെ ഇങ്ങനെ വിട്ടുപോകും. അപ്പൊ ഞാനിപ്പോ സാറ് പറഞ്ഞപ്പോ ഇങ്ങനെ ഈ ഐഡിയ കൊള്ളാം, ഒരാൾക്കെങ്കിലും ഒരു ദിവസം വിളിക്കണം. അങ്ങനെ എന്തായാലും തീർച്ചയായും. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. സാറ് മൂന്നാളെ വിളിക്കാനല്ലേ സാറ് പറഞ്ഞത്? അതെ അതെ, ജിഷ മാം, 3 ആളെ വിളിക്കാനാണ് പറഞ്ഞത്. ഒരാളെ വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു ഞാൻ. ഞാനത് അതെ അതെ അതെനിക്ക് മനസ്സിലായിട്ടോ. ചെറിയ ചെറിയ സ്റ്റെപ്പ് തുടങ്ങാം. അതെ അതെ അതെ. ശരിക്കും സജ്ജമൻ പറയണ മാതിരി നമ്മൾ കുറെ വിചാരിക്കും. നൈറ്റ് വരെ ഞാൻ ഇപ്പോഴും രാവിലെ വിചാരിക്കായിരുന്നു ഇന്ന ആളെ വിളിക്കണം വിചാരിച്ചല്ലോ ഇന്നലെ. സോ ഇങ്ങനെ പിന്നെ അത് വിട്ടുപോകും. ശരിക്കും സാർ പറയണത് അത് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ വേറെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് സാർ ആ സ്റ്റോറി ജിഷ മാം പറഞ്ഞ മാതിരി ആ സ്റ്റോറി ഓൾഡ് പേഴ്സന്റെ സ്റ്റോറി നമ്മൾ ചെറുതാവുമ്പോ നമ്മൾ എത്ര നമ്മുടെ പേരൻസ് നമ്മൾ എന്ത് ചെയ്താലും കേട്ടിരുന്നു. ഇപ്പൊ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ മോളുടെ മാരേജ് ശേഷം എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ എനിക്കും അച്ഛൻ ആ ചെറിയ കുട്ടി മാതിരിയാണ്. എന്തൊക്കെയോ ചെയ്യുന്നു, പാട്ട് പാടുന്നു. ഇത്രയും സീരിയസ് ആയിട്ട് ഒരാളായിരുന്നു. സോ ചിലപ്പോ ഒക്കെ കടിച്ചു പിടിച്ചിരിക്കും. എന്താ പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ വരും. പിന്നെ എന്റെ മനസ്സിൽ തോന്നും ഞാൻ ഇത്ര ചെറുതാവുമ്പോ ഒക്കെ എത്ര നോട്ടി ആയിട്ടോ അല്ലെങ്കിൽ അവര് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഞാൻ അത് ഇമ്മീഡിയറ്റ്ലി ഇനിയിപ്പോ സാർ പറഞ്ഞ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി അത് ഓർത്തിട്ട് ഓരോ മിനിറ്റും എനിക്ക് ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ അച്ഛൻ ബിഹേവ് ചെയ്യുമ്പോ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. We must take care of our elders. Thank you very much, sir. താങ്ക് യു. താങ്ക് യു. ആൻഡ് സജന മാം, ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ 3 ആളെ വിളിക്കുന്ന സമയം ഒരാളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ഒന്നും നടക്കൂല കേട്ടോ. ഒരാളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ സമയം എടുക്കല്ലോ. അതെ അതൊന്ന് വേറെ ഇതാ മതി. വല്ലപ്പോഴും വിളിക്കുമ്പോ കുറെ സംസാരിക്കാനുണ്ടാവുമല്ലോ. അല്ല, അതൊന്നും ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മീൻസ് ഫോണ് നമ്മുടെ കൈ കിട്ടിയ ഒരാളുമായി കോൾ ചെയ്യുമ്പം മീൻസ് ആ ടോക്കിംഗ് അങ്ങനെ പോവാ, ലിമിറ്റ്ലെസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊന്നും എല്ലാരും ശ്രദ്ധിച്ചാൽ മതി. അതെ. പിന്നെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരാലോ. അതെ, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈം ഒന്ന് മീൻസ് മാനേജ് ചെയ്താല് ഓക്കെ ആവും. അപ്പൊ അവർക്കും ഹാപ്പിയായി. അതെ അതെ. നമ്മൾ ഈ കോൾ ചെയ്യുന്നത് നമ്മള് എല്ലാവരെയും ഒന്ന് കണക്റ്റ് ആവും എന്നുള്ളതാണ്. അതില് നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ കുട്ടികൾക്ക് റിലേഷൻസ് ഒന്നും അറിയില്ല അല്ലെ. നമ്മൾ അങ്ങനത്തെ പണ്ടത്തെ പോലെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഇതില് ഫാമിലി മീറ്റപ്പ് വെച്ചതുപോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല കുട്ടികൾക്ക്. അങ്ങനെ വെച്ചപ്പോ അവര് അവിടെ വരുമ്പോഴാണ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അപ്പുറത്തെ ക്ലാസ്സിലാണ് പഠിക്കണേന്നൊക്കെ അവിടെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മള് ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലതായിരിക്കും. രജന മാഡം, നമ്മള് സ്പീഡ് കൂടിപ്പോയോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല സാർ. സ്പീഡൊന്നും കൂടിയിട്ടുണ്ടായില്ല. അതല്ലേ എല്ലാവരും പറഞ്ഞത്. നല്ല പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു. അതല്ലേ ഫസ്റ്റ് ഫീഡ്ബാക്ക് പറഞ്ഞ ഭയങ്കര ശാന്ത സുന്ദരമായിരുന്നു. പിന്നെ അവിടെ എന്തൊരു സ്പീഡ് കൂടി എന്നുള്ള എന്താ ഡൗട്ട് വരാൻ കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. അതേസമയം പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പറഞ്ഞ നല്ലായിരുന്നു സാർ. നമ്മളെ ഈ മോർണിംഗ് ഫാമിലിയില് ഞാൻ അല്ല, ആദ്യമായിട്ടാണ്. ശരിക്കും മൊത്തത്തിലൊരു മെഡിറ്റേഷൻ ഫീൽ ഉണ്ടായിരുന്നു.
അല്ലേ? ഓക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഒരു ശാന്തമായിട്ട് ആദ്യം തന്നെ അതൊക്കെ ചെയ്യിപ്പിച്ച് അതെ അതെ മൊത്തത്തില് ഒരു ഒരു മെഡിറ്റേറ്റീവ് മൂഡായിരുന്നു. താങ്ക് യു താങ്ക് യു. സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് മോർണിംഗ് സെർച്ച്? അല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറയണേ മോർണിംഗിൽ. അതെ അതെ അപ്പോ ഈ ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് വിമ്പിളിലൂടെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തുടർന്നും സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. അപ്പൊ നമുക്ക് ഇനി ആർക്കും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ. താങ്ക് യു. Okay, sir. Thank you so much. You ഓക്കെ good day. താങ്ക് യു.
എല്ലാരും പോയോ? ഉം.